നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറ്റിയ ആള് തന്നെയാണല്ലോ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. സാറ് വന്നിരുന്നെങ്കിൽ സാറിനെ കൊണ്ടോ വിളക്ക് കൊളുത്തുള്ളൂയിരുന്നു. എന്നെക്കാൾ യോഗ്യനായ ഒരുത്തനെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് അവനെ കൊണ്ട് ജയിക്കാതിരുന്നത്? ആരെ കാര്യം സാറ് ഈ പറയണു? വിശാല് അല്ലാതാര? ഓ, അവനെ ക്ഷണിക്കാൻ കാരണമുണ്ട് സാറ്. എനിക്ക് തോന്നുന്നത് അവനാണ് ഈ ക്ലിനിക്കിന് കാശ് മുടക്കണേന്ന്. കാശോ? അതെ സാറേ, കാശ്. അവനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ സാറ് ഞെട്ടു. സാറിന്റെ കയ്യിൽ നിന്ന് തങ്കച്ചി എടുത്തുകൊണ്ടായ പടം ആരെടുത്തുന്ന സാറ് കരുതണ? അത് വേറെ ആരുമല്ല, വിശാല. അവനോ? അതെ സാറേ, അവനും കൂട്ടുകാരും ചേർന്ന് അത് തട്ടിയെടുത്തത്. നിരഞ്ജൻ സാറിന് അത് അറിയോന്നുള്ളത് എനിക്കറിയില്ല. അറിയായിരിക്കും. എല്ലാവരും ചേർന്നിട്ടുള്ള കളിയാണിത്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ? അതെ സാറേ, തങ്കച്ചി ഇപ്പോഴാണ് വിവരം അറിഞ്ഞിരിക്കുന്നത്. കാലി തുള്ളി നിൽക്കണവര്. വിശാലിന്റെ കാര്യം പോക്കാണ് സാറേ. വെട്ടി തുണ്ടം തുണ്ടാക്കവര്. സ്വാമി, ഒരു കണക്കിന് വിശാല് തന്നെ ആ പണം എടുത്തത് നന്നായി. അവനാണ് എടുത്തതെങ്കിൽ ആ പണം ഞാൻ തിരിച്ചു പിടിക്കും. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പണം എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും. അല്ലെങ്കിൽ ഞാനത് വരുത്തും സ്വാമി. അത് വേണം സാറേ. അവൻ അങ്ങനെ മിടുക്കനാവാൻ പാടില്ലല്ലോ. ആ കാശ് സാറിന് മാത്രം അവകാശപ്പെട്ടതാ. സാറ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല അത്. അപ്പൊ സാറത് തിരിച്ചു പിടിക്കണം. ഇത്രയും കാലം അവൻ എന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും അവനത് തുടരുന്നു. ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ക്ഷമിക്കരുത് സാറേ. നിരഞ്ജൻ സാറ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരഞ്ജൻ സാറിനെയും ശിക്ഷിക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ സാറേ. അത് സഹോദരിയുടെ മോനാണെങ്കിലും ശരി, മകളുടെ ഭർത്താവാണെങ്കിലും ശരി. താ ധൈര്യമായിട്ടിരിക്കും സ്വാമി. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാനത് ചെയ്തോളാം. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഒറിജിനൽ ആധാരമൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? എല്ലാം മാസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തു. വൈകോ രജിസ്ട്രേഷൻ? ഇന്ന് തിരക്ക് കുറവാ, നേരത്തെ കഴിയും. എന്നാ പോ. ശരി. ചന്ദ്ര, നീ എന്താ ഇവിടെ? ഓഫീസ് ആവശ്യത്തിനായിട്ട് വന്നതാ. നീയോ? ഞാനൊരു പേപ്പർ വാങ്ങാൻ വന്നതാ. പേപ്പറോ? എന്ത് പേപ്പർ? അത് എന്റെ സ്ഥലത്തിന്റെ മുന്നാധാരത്തിന്റെ കോപ്പി. മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഉള്ളിലെ കള്ളത്തരമുള്ളവർക്ക് എല്ലാം കള്ളത്തരമായിട്ട് തോന്നും. അതെന്റെ കുറ്റമല്ല. വഴക്കിടാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അതിവിടെ വെച്ചു. എനിക്ക് അത്ര പോലും താല്പര്യമില്ല. ഇവിടെ വെച്ചെന്നല്ല, എവിടെ വെച്ചു. എന്നാ ചെന്നാട്ടെ. ഓ, ചേട്ടാ. എന്താ മോളെ? ചേട്ടൻ ആധാരം എടുത്തുകാരനല്ലേ? അതെ, വാസു. വാസേട്ടാ, ആ ചന്ദ്രയില്ലേ, അവളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇന്ന് രജിസ്ട്രേഷൻ അല്ലേ? രജിസ്ട്രേഷനോ? എന്ത് രജിസ്ട്രേഷൻ? ആ മേഡത്തിന്റെ പേരിലുള്ള സ്ഥലം വിൽക്കുന്നതിനുള്ള രജിസ്ട്രേഷനായി ഇന്ന് നടക്കുന്നത്. പള്ളിക്കൽ പോത്തൻ ബെഡാ പാർട്ടിയാ അദ്ദേഹം സ്ഥലം വാങ്ങുന്നത്. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ? അതെ. അല്ല, എന്തിനാ അന്വേഷിച്ചേ? വല്ല കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. എനിക്കവരെ പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓ, ശരി 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 മോളെ, എനിക്ക് അല്പം ധൃതിയുണ്ട്. ശരി, ഞാൻ പോട്ടെ. ശരി ശരി. ഹലോ ദേവിക.
സിദ്ധു എവിടെ ഉണ്ട്? എന്തേ? ചന്ദ്രയുടെ സ്ഥലം വിൽക്കാൻ പോവാ? ചന്ദ്രയുടെ സ്ഥലം വിൽക്കേ? ഇല്ലല്ലോ, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. എന്നാ വിൽക്കാൻ പോവാ. ഇന്ന രജിസ്ട്രേഷൻ. ഓഫീസിൽ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് വരേണ്ടി വന്നായിരുന്നു. അപ്പോഴേ ഈ കാര്യം അറിഞ്ഞ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ചോദിച്ചപ്പോ അവളൊരു നുണയാ പറഞ്ഞേ. അതാ എനിക്കൊരു സംശയം തോന്നാൻ കാരണം. ഓ അത് ശരി. അപ്പൊ അതിനാണല്ലേ രാവിലെ ഇറങ്ങിപ്പോയത്? അത് ശരിയല്ലല്ലോ. ആ സ്ഥലം വിൽക്കണമെങ്കിൽ അതെന്നോട് കൂടി പറയണ്ടേ? വേണ്ടതാണ്. ഭർത്താവാണെന്നുള്ളത് പോട്ടെ, സിദ്ധുവിന്റെ വീട്ടിലല്ലേ താമസം, അപ്പൊ അറിയിക്കേണ്ടതായിരുന്നു. ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ? ഏയ്, അവളൊരു വിവരമില്ലാത്തോളാ. അവൾക്കേ അബദ്ധമൊന്നും പറ്റരുതല്ലോ. എന്നാ വന്നോളൂ. ആ പിന്നെ ഞാൻ വരുന്ന വിവരം അവൾ അറിയണ്ട. അത് ഞാൻ പറയോ? ദേ, നമ്മൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ ആരാ സ്ഥലം വാങ്ങുന്നത്? എത്ര രൂപയ്ക്കാ വാങ്ങുന്നത്? അതിനെപ്പറ്റി വല്ലതും അറിയോ? വാങ്ങുന്ന ആൾ ഇവിടെ തന്നെ ഉണ്ട്. എത്ര രൂപയ്ക്കാ വാങ്ങിക്കുന്നതെന്നൊന്നും അറിയില്ല. ആ എന്തായാലും സിദ്ധു ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ ചോദിച്ചറിഞ്ഞാ മതി. എന്നാ ശരി. ഒന്ന് വേഗാവട്ടെ. നിക്ക്, അങ്ങനെ ധൃതിപ്പെടല്ലേ മോളെ. അകത്ത് പോയി വായിച്ചു കേൾക്കണം, അതിന് കുറച്ച് സമയമെടുക്കും. ആ ഇനി മോളൊപ്പിട്. ആ മതി മോളെ, മതി മതി. മോള് ഇവിടെ നിൽക്കി. സാറ് വാ. പേപ്പർ കിട്ടിയോ? ഇല്ല. ഇന്നെങ്ങാനും കിട്ടുമോ? എന്നാ അറിഞ്ഞത്? ഈ ആധാര എഴുത്തുകാരനാണോ അത് വാങ്ങിത്തരുന്നത്? ഏത് ആധാര എഴുത്തുകാരൻ? എന്തിനാ ചന്ദ്ര എന്നോട് കള്ളം പറയുന്നത്?